ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പുരസ്കാര വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലയെ ഈ പുരസ്കാരത്തിന് അർഹമാക്കിയത്. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പുരസ്കാര വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മികച്ച ജില്ലാ ഭരണകൂടം 1 ലക്ഷം രൂപയാണ് അവാർഡ്. കാസർഗോഡ് ജില്ലാ ഭരണകൂടമാണ് അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എൻഡോസൾഫാൻ മേഖലയിലടക്കം നടപ്പാക്കിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നേതൃത്വം നൽകി സാമൂഹിക നീതി വകുപ്പിന്റെയും എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ ഐ ലീഡ് എന്ന പ്രത്യേക പദ്ധതിയും എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ ഭിന്നശേഷിക്കാർക്കും ഇവരുടെ രക്ഷിതാക്കൾക്കുമായി ജില്ലയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സർക്കാരിന്റെ ഈ പുരസ്കാരമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ ഭിന്നശേഷിക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ജീവനോപാധികൾ കണ്ടെത്തുന്നതിനുള്ള കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ നൂതന പദ്ധതിയാണ് ഐ ലീഡ്. ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് ജില്ലാതലത്തിൽ ഒരു സഹകരണ സൊസൈറ്റി ആരംഭിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഐ ലീഡ് ബ്രാൻഡ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്തും പുറത്ത് വിപണി കണ്ടെത്തുകയാണ് ലക്ഷ്യം. സർക്കാരിന്റെ പുരസ്കാരം ഈ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്നും പെരിയ MCRCകളിൽ കൈത്തറി ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റും മുളിയാറിൽ നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റും ഇതിനോടകം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ കളക്ടർ ബഡ്സ് സ്കൂളുകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി മാതൃ പുനരധിവാസ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ സാധിച്ചുവെന്നും എല്ലാ മാസവും MCRCകളുടെ അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ടെന്നും അറിയിച്ചു. മുളിയാറിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം ആരംഭിക്കാൻ സാധിച്ചത് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ കൊണ്ടാണെന്നും കളക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിന് സൈൻ ലാംഗ്വേജ് കോൾ സെന്റർ ആരംഭിച്ചതും കാസർഗോഡാണ്. വോട്ടിംഗ് മെഷീനിൽ ബ്രെയിലി ലിപി പരിചയപ്പെടുത്തി. സാക്ഷി മാപ്പ് ഉപയോഗിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്ലാൻ ഉണ്ടാക്കി സമ്മതിദാനം വിനിയോഗിക്കുന്നതിന് സൗകര്യമൊരുക്കി. കാസർകോട്ടെ സിവിൽ സ്റ്റേഷൻ ബാരിയർ ഫ്രീ ആക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ഭിന്നശേഷി സൗഹൃദ ശുചിമുറി, ലിഫ്റ്റ് സംവിധാനം, റാമ്പ് എന്നിവയും സിവിൽ സ്റ്റേഷനിൽ നടപ്പിലാക്കി. ഐ ലീഡ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നേതൃത്വം നൽകുന്ന ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും എൻഡോസൾഫാൻ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർക്കും ജില്ലാ കളക്ടർ പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.